സുകന്യ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. തട്ടിപ്പാണോന്ന് അറിയില്ല, അതിൻ്റെ ക്ലാരിഫിക്കേഷനും വേണം. അതായത് നമ്മൾ പൊതു ഇടങ്ങളിൽ, മാളുകൾ അല്ലെങ്കിൽ തിരക്കേറിയ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചില കുട്ടികൾ, വിദ്യാർത്ഥികളെന്ന് തോന്നുന്ന ആളുകൾ നമ്മളെ സമീപിക്കും. എന്നിട്ട് പറയും, യൂണിസെഫ്, ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഏജൻസിയാണല്ലോ, അതിൻ്റെ പ്രവർത്തകരാണ്, നിങ്ങളൊരു ദിവസം ഒരു ബിരിയാണി കഴിക്കുന്ന പൈസ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർക്കൊരു നമ്മൾ ബില്ലിംഗ് ആവും. എന്നിട്ട് അവർക്കൊരു സമ്മതപത്രം കൊടുക്കുന്ന പോലെ നമ്മളൊരു എമൗണ്ട് കൊടുക്കാനായിട്ട് നമ്മുടെ മൊബൈലിൽ ആക്ടിവേറ്റ് ചെയ്യും. പക്ഷെ സംഭവിക്കുന്നത്, അത് നിരന്തരം എല്ലാ മാസവും ഈ തുക പിന്നെ കട്ട് ചെയ്ത് പോവുക. ഇതവർ പറയില്ല. അതെ. എന്നിട്ട് നമ്മൾ ശ്രമിക്കും ഇതെങ്ങനെയെങ്കിലും ഡീആക്ടിവേറ്റ് ചെയ്യാൻ നോക്കിയാൽ പറ്റില്ല. ഇതിന് ഇത്തരം തട്ടിപ്പാണോ എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, സുകന്യയാണ് പറഞ്ഞു തരേണ്ടത്. ഇതിന് ഇരയാവാത്ത ആളുകൾ നഗരങ്ങളിൽ വളരെ കുറവാണ്. ഗ്രാമപ്രദേശങ്ങളിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലും വീടുകളിൽ കയറി ഇറങ്ങുന്നുണ്ട് യൂണിസെഫിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ്. ഇത് എനിക്കറിയേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് യൂണിസെഫിൻ്റെ ആളുകൾ തന്നെയാണോ? രണ്ട്, ഇങ്ങനെ ഒരു തവണ ഇവർക്കൊരു ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റാത്ത ഒരു ട്രാപ്പിലാണ് നമ്മൾ വിടുന്നത്. അതിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരാം? ഇതൊരു ചീറ്റിംഗ് ആണോ? ഇതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറയണം. ഒരു ചീറ്റിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യലി ചീറ്റിംഗ് ആണ്. ഒന്ന്, നമ്മുടെ അടുത്ത് വ്യക്തമായിട്ട് പറയുന്നില്ല ഇതൊരു മാൻഡേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ മാൻഡേറ്റ് എന്ന് പറയും, അതായത് സ്ഥിരമായി പണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയാണെന്ന് നമ്മളോട് പറയുന്നില്ല. ഓക്കെ. അതായത് നമ്മളുടെ ഗവൺമെൻറ്, അതായത് NPCI, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഇനാച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്, നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. അവരുടെ താഴെ വരുന്ന ഈ മാൻഡേറ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ലോണൊക്കെ എടുക്കുമ്പോൾ ലോണിൻ്റെ റീപേയ്മെൻറ്റ് നമ്മൾ മാൻഡേറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ പല ഫ്രീക്വൻസിയിലുണ്ട്. ഇപ്പം മന്ത്ലി ഫ്രീക്വൻസി, വീക്ക്ലി ഫ്രീക്വൻസി, ബൈ മന്ത്ലി, ആനുവലി, ഇങ്ങനെ പല പല ഫ്രീക്വൻസിയിൽ നമുക്ക് മാൻഡേറ്റുകൾ കൊടുക്കാം. അപ്പോൾ NPCI പറയുന്ന ചട്ടം അനുസരിച്ച് നമ്മളൊരു മാൻഡേറ്റ്, അതായത് ഇത്തരം ഒരു ഡൊണേഷൻ ബേസ് ചെയ്തിട്ട് ഇതിനൊക്കെ ഓരോന്നിനും ഓരോ കോഡുണ്ട്, ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിക്കൊക്കെ ഒരു കോഡുണ്ട്. അപ്പോൾ ഈ 99 എന്ന് പറയുന്ന കാറ്റഗറി, അതായത് അതേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് സാധാരണ ഡൊണേഷനൊക്കെ എടുക്കുന്നത്. ആ കാറ്റഗറിയിൽ വരുന്നതിന് കൃത്യമായിട്ട് യൂസേഴ്സിന് ഇതെല്ലാം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് കൊടുക്കണം. അതായത് ഫസ്റ്റ് എമൗണ്ട് എത്രയാണ്, ഫ്രീക്വൻസി എത്രയാണ്, അതായത് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ മന്ത്ലി ആണോ, മറ്റ് രീതിയിലാണോ, ആഡ്ഹോക്ക് ആണോ, അതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ വാലിഡിറ്റി, ഇപ്പം നമുക്കൊരു ഡേറ്റ് വെക്കുകയോ അല്ലെങ്കിൽ അൺടിൽ ഐ ക്യാൻസൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വെക്കാൻ പറ്റും. ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊടുത്ത്, നമ്മുടെ പാൻ നമ്പറൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ആധാർ നമ്പർ കൊടുത്ത് നമുക്ക് ATG ക്ലെയിം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. ഇങ്ങനെ കുറേ നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു മാൻഡേറ്റ് കൊടുക്കുന്നത്. ഈ മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു UMRN നമ്പർ ഉണ്ടാവും, യൂണിക് മാൻഡേറ്റ് റെഫറൻസ് നമ്പർ. ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് ഏത് നിമിഷവും ക്യാൻസൽ ചെയ്യാനും പറ്റണം. ഇതാണ് ഈ പറയുന്ന ഡൊണേഷന് വരുന്ന ക്രൈറ്റീരിയ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ നമ്മൾ ചെറുപ്പക്കാർ, എനിക്കും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരു തവണ കടവന്ത്ര മെട്രോ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും ഒരു തവണ എയർപോർട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിതേക്കുറിച്ച് അറിയുന്നുണ്ട്. ഞാൻ ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഏറെക്കുറെ ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിയാം. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, അപ്പോൾ ഞാൻ സാഹചര്യം ഒന്ന് പറയാം. ഞാൻ എയർപോർട്ടിന് വെളിയിലൊരു തവണ ഇരിക്കുകയാണ്, അപ്പം ക്യാബ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 കുട്ടികൾ ഇതുപോലെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാഡം ഒരു 5 മിനിറ്റ് സമയം ഉണ്ടാവുമോ സംസാരിക്കാൻ? ഞാൻ പറഞ്ഞു, യെസ്, സംസാരിക്കാം. ഞങ്ങൾ ഇന്ന സംഘടനയിൽ നിന്നാണ് വരുന്നത്, കുട്ടികൾക്കായിട്ടുള്ള ഒരു ഡൊണേഷൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത്, മാഡം ഒരു ഷർട്ട് വാങ്ങാനായിട്ട് എത്ര രൂപ ചിലവാക്കും, ഒരു ടോപ്പ് വാങ്ങാനായിട്ട് എത്ര രൂപ ചിലവാക്കും? ഞാൻ പറഞ്ഞു, ഒരു നോർമലി 1000 രൂപയ്ക്കകത്തൊക്കെ ഉള്ളതാണ് ഞാൻ വാങ്ങാറുള്ളത്. ആ ഒരു തുക കുട്ടികളുടെ ക്ഷേമത്തിനായിട്ട് ഒരു തവണ കൊടുത്തുകൂടെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളത് റിലേറ്റ് ചെയ്ത് ചിന്തിക്കും, ശരിയാണല്ലോ, നമ്മൾ എത്രയോ ഷർട്ട് വാങ്ങുന്നു അല്ലെങ്കിൽ നമ്മൾ എത്രയോ ഡ്രസ്സ് വാങ്ങുന്നു, കുട്ടികൾക്കായിട്ടല്ലേ, ഒരു തവണ കൊടുത്തേക്കാം. നമ്മൾ ആരായാലും അങ്ങനെ ചിന്തിക്കും. ഞാനും പറഞ്ഞു, എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ബിരിയാണി കഴിക്കുന്ന പൈസ. അതെ, പല പല ചോദ്യങ്ങളാണ്. അപ്പോൾ എനിക്കിത് അറിയാമെങ്കിലും ഞാൻ ഒന്നും അറിയാത്ത പോലെ ഇരുന്നു. ഞാൻ ചോദിച്ചു ഇങ്ങനെ, ഇതെന്താണ് സംഭവം? അപ്പോൾ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. അതായത് ഒരു ഡൊണേഷനാണ്, യൂണിസെഫ് എന്ന് പറയുന്ന സംഘടനയ്ക്കാണ്, അത് UN അണ്ടറിലുള്ള സംഘടനയാണ്. ഇതെല്ലാം ശരി തന്നെയാണ്. യൂണിസെഫ് ഡയറക്റ്റ് ഇന്ത്യയിൽ ഇത്തരം ഒരു ഡൊണേഷൻ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയല്ല, ഏജൻസി വഴിയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകളെ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ അവിടെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മീഷനോ സാലറിയോ കൊടുത്തിട്ടായിരിക്കും. അത് സർവീസ് അല്ല, ഒരു വോളണ്ടറി വർക്ക് അല്ല. അപ്പോൾ വോളണ്ടറി വർക്ക് അല്ലാണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ കാണേണ്ട ഒന്നാണ്. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് ഡൊണേഷൻ എന്നുള്ള രീതിയിൽ ടാക്സ് വെട്ടിക്കുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എനിക്കതിന് ഉറപ്പൊന്നുമില്ല, ബട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അന്വേഷിച്ച് പറഞ്ഞാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ? ഒന്നുമില്ല മാഡം, മാഡത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുമെങ്കിൽ ഞങ്ങൾ തന്നെ ഫില്ല് ചെയ്യാം, എമൗണ്ട് എത്രയെന്ന് പറഞ്ഞാൽ മതി, മാഡത്തിൻ്റെ ഫോണിൽ ഒരു OTP വരും,
OTP എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് ATM കാർഡ് വെച്ചിട്ടോ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് വെച്ചിട്ടോ ആധാർ എനേബിൾഡ് സർവീസസ് വെച്ചിട്ടോ ഒക്കെ നമുക്കിത് രജിസ്റ്റർ ചെയ്യാം. ഗൂഗിൾ പേ വെച്ചിട്ടോ ആണെങ്കിലും ചെയ്യാം. ഞാനൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ, ഞാൻ തരാം. എത്ര രൂപയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു മാസം ഒരു 500 രൂപ, മാസം നല്ലൊരു 500 രൂപ ഞാനിപ്പോൾ തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇവരിത് ഫില്ല് ചെയ്തിട്ട് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് ഫില്ല് ചെയ്തിട്ട് മാൻഡേറ്റ് അപ്രൂവ് ചെയ്യുന്ന പേജിൽ വരുമ്പോഴാണ് നമ്മുടെ അടുത്ത് ബാക്കി കാര്യങ്ങൾ ചോദിക്കുന്നത്. അതുവരെ നമ്മളൊന്നും കാണുന്നില്ല ഇവരെന്തൊക്കെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, ഇനി അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? അപ്പോൾ പറഞ്ഞു, മാഡത്തിൻ്റെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID, മാഡത്തിനൊരു വെൽക്കം കിറ്റ് വരും, മാഡത്തിന് ഒരു വെൽക്കം മെയിൽ വരും, അതിന് വേണ്ടിയിട്ടാണോ ഇതാണെന്നൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞാൽ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാൻഡേറ്റ് എത്ര നാളത്തേക്കാണെന്ന് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ തുക കറക്റ്റാണ്, 500 രൂപ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് മന്ത്ലി എന്നുള്ള സാധനം ഒരിടത്തും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം നഗ്നമായ ലംഘനമാണ്, നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. മാസം എടുക്കുന്നതാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്. ഇത് ബൗൺസ് ആയി കഴിഞ്ഞാൽ ബൗൺസ് ചാർജസ് വരും. ഇത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇതൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവർ സംസാരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവർക്കേ ഇത് അറിയാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഇവരെ പറഞ്ഞു വിടുന്നവരുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. കാര്യം ഞാൻ അവരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല. അവർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇത്രയൊക്കെ ഡീറ്റെയിൽഡായിട്ട് എങ്ങനെ അറിയാം? അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മാൻഡേറ്റ് എത്ര കാലത്തേക്കാണെന്ന് നമ്മൾ കാണുന്നില്ല, അതിൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് നമ്മൾ കാണുന്നില്ല. നമ്മളുടെ പാൻ നമ്പർ, ആധാർ നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ട്, അത് കാണിക്കുന്നുണ്ട്, പേര് കാണിക്കുന്നുണ്ട്, ഇമെയിൽ ID കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ എമൗണ്ട് നമ്മൾ ഒരു ഘട്ടം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാസം പറഞ്ഞ പോലെ എൻ്റെ ഭാര്യയ്ക്ക് അബദ്ധം പറ്റി. അതെ, ഇപ്പോൾ 1 വർഷത്തിനും മീതെയായിട്ട് 500 രൂപ വീതം എല്ലാ മാസവും അക്കൗണ്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇതിനകത്തൊരു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ NPC പറയുന്നത് കൃത്യമായിട്ട് ഇത് ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യം വേണം. യൂണിസെഫിൻ്റെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാര്യം UMRN നമ്പർ കിട്ടിയ UMRN നമ്പർ വെച്ച് നമ്മൾ ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുത്തെങ്കിൽ വിത്തിൻ 24 hours നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യം കിട്ടണം. ഇത് കാണുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യേണ്ടതെന്ന് പോലും ആൾക്കാർക്കില്ല. ഇത് ശരിക്കും യൂണിസെഫിൻ്റെ ആണോ? യൂണിസെഫിൻ്റെ അല്ലെന്നാണ് ഞാൻ അറിയുന്നത്. കാര്യം യൂണിസെഫിൻ്റെ അണ്ടറിൽ ഏജൻസികളാണ് ഇത് ചെയ്യുന്നത്, അവർക്ക് വ്യക്തമായിട്ട് കമ്മീഷൻ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഏജൻസികൾ വന്നിട്ട് ഒരു വിഹിതം യൂണിസെഫിന് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ പേര്, അവരുടെ ഡൊമൈൻ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ഒഫീഷ്യൽ ഡൊമൈനാണ്, അവരുടെ സബ് ഡൊമൈനാണ് ഉപയോഗിക്കുന്നത്. അതായത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഒരു സബ് വെബ്സൈറ്റാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സത്യത്തിൽ ഒരു ഫ്രോഡലൻസ് ആക്ട് അല്ലേ? അതെ, ഇത് ഗവൺമെൻറ് സീരിയസ് ആയിട്ട് പരിശോധിക്കേണ്ട. ഗവൺമെൻറ്റും പോലീസിനും ഇടപെടാം. പോലീസിന് എത്രത്തോളം ഇടപെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ഫിനാൻഷ്യൽ ക്രൈമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഫിനാൻഷ്യൽ ക്രൈം ആണെങ്കിൽ പോലീസിന് അല്ലെങ്കിൽ അതുപോലുള്ള ഏജൻസികൾ ഇടപെടേണ്ട കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും ഇടപെടേണ്ട കാര്യമാണ്. എത്ര രൂപ ഒരു മാസം കേരളത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ടാവും? കോടിക്കണക്കിനാണ്. കാര്യം എൻ്റെ സുഹൃത്തുക്കൾ തന്നെ, എനിക്ക് അറിയാവുന്ന ഒരു 10 പേരെങ്കിലും എന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ഇതേക്കുറിച്ചൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്, നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ സുതാര്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനകളുണ്ട്. ഇപ്പോൾ സേവാഭാരതിക്ക് സേവാ സമർപ്പണം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, വളരെ സുതാര്യമാണ്. അതിനകത്ത് നമ്മൾ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. എത്രയാണ് എമൗണ്ട്, എത്രയാണ് അതിൻ്റെ ഫ്രീക്വൻസി, നമ്മുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID എല്ലാം കൊടുക്കുന്നു. അവർ ETGയുടെ കൃത്യമായിട്ട് ഉള്ള ഡൊണേഷൻ റെസിപ്റ്റും നമുക്ക് തരുന്നുണ്ട്, സർട്ടിഫിക്കറ്റും നമുക്ക് തരുന്നുണ്ട്. ഏത് സമയം നമുക്ക് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും തരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സുതാര്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. അത് 30 രൂപ തൊട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. ഇത് എല്ലാവർക്കും പറ്റുന്നതാണ്. 1 രൂപ തൊട്ട് മാൻഡേറ്റ് ചെയ്യാം. 500 രൂപ കുറഞ്ഞവർ പിടിക്കൂല. അതെ, 500 രൂപ കുറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മന്ത്ലി മാൻഡേറ്റിൽ 500 രൂപ കുറഞ്ഞില്ല. ഇയർലി മാൻഡേറ്റ് ആണെങ്കിൽ 1000 2000 എങ്ങാണ്ടാണ്. അപ്പോൾ ഇതിൽ കുറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു തട്ടിപ്പ്, ഇത് തട്ടിപ്പെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം സുതാര്യമല്ലാത്ത രീതിയിൽ കേരളത്തിൽ വെറുതെ ഞാൻ ആലോചിക്കുകയാണ്, 500 രൂപ വെച്ച് 1 ലക്ഷം പേരെ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ തുകയാണ്. അതെ, കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കുകൾ എവിടെയാണുള്ളത്? കാര്യം യൂണിസെഫ്, നമ്മൾ ഇന്ത്യയിൽ എത്ര സംഘടനകളുണ്ട്? ഇപ്പോൾ യൂണിസെഫ് പോലൊരു സംഘടന ഇത്രയും ലോക്കലൈസ്ഡ് ആയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർ എത്രമാത്രം ലാഭം ഉണ്ടാക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഒരു മെട്രോ സിറ്റിയിലെ മാത്രം കാര്യമല്ല. ഞാൻ യൂണിസെഫിൻ്റെ സൈറ്റിൽ ഞാൻ ആ സമയത്ത് എൻ്റെ വൈഫ് ഇത് പരാതി പറഞ്ഞപ്പോൾ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. ഇങ്ങനൊരു സ്കീമിനെ കുറിച്ച് ഒരിടത്തും കണ്ടില്ല. അല്ല, ഉണ്ട്, സ്കീമുണ്ട്. അല്ല, ഇങ്ങനെ ആളുകളെ വെച്ച് കളക്ഷൻ ബോയ്സിനെ വെച്ചിട്ട് കളക്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ചേട്ടാ, ഇതാണ് പറയുന്നത്. ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പുകമറകൾ സൃഷ്ടിക്കാമോ അത്രത്തോളം പുകമറകൾ ഇതിനകത്തുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഏത് ഏജൻസിക്കാണ് നമ്മൾ എൻറോൾ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇത് ഗവൺമെൻറ് ഇടപെടണം, പ്രത്യേകിച്ച് NPC ഇടപെടേണ്ട ഒരു കാര്യമാണ്. കാര്യം അവർ കൊടുത്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി കോഡ് വെച്ചിട്ടാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്.
ഇതിനൊരു നിയമമുണ്ട്. കാര്യം സർക്കാർ സംവിധാനത്തെ മറയാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ലൂട്ടിംഗ് ആണ്, അതെ, ലൂട്ടിങ്ങാണ്, പോക്കറ്റ് അടി തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് നിയന്ത്രിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാര്യം അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഇതൊന്നും വ്യക്തമായിട്ട് എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ എടുക്കുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ അറിവിൽ ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ അറിവിൽ ഈ പൈസ കൊടുക്കുന്ന എല്ലാവരും, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആൾ 1000 രൂപ വെച്ച് മാസം കൊടുക്കുന്നുണ്ട്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളും എൻ്റെ സുഹൃത്തിൻ്റെ മോനും കൂടി ഒരു മാളിൽ പോയപ്പോൾ അവർ വന്ന് ഇടപെടുന്നത്, സാറിൻ്റെ മോനെ പോലെ എത്രയോ മക്കൾ, സാറിൻ്റെ മോൻ ഇപ്പം നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു, അവന് സാറ് മാളിൽ കൊണ്ടുവരുന്നു, അവന് നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കുന്നു. ഇത്രയൊന്നും പ്രിവിലേജുകളില്ലാത്ത എത്രയോ കുട്ടികൾ ഇന്ത്യയിലുണ്ട്. ആ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ സാറിനെ കൊണ്ട് പറ്റില്ല. അപ്പം മോനും പറഞ്ഞു, അച്ഛാ ചെയ്യെന്തെങ്കിലും. അതുകൂടാതെ യൂണിസെഫ് എന്നുള്ള പേരും പറയും. അപ്പോൾ ഇത് ഈ യൂണിസെഫ് എന്നുള്ള പേരിൽ അതിങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അക്കൗണ്ടഡ് ആവാത്ത എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പുകമറ സൃഷ്ടിച്ചിട്ട്, അല്ലെങ്കിൽ ആളുകളെ കബളിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? യൂണിസെഫെ പോലുള്ള സംഘടനയിൽ നിന്ന് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ആക്ട് ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള നിയമ നിർമ്മാണങ്ങൾ ഇവിടെ ഉണ്ട്. എന്നിട്ട് അത് എന്തുകൊണ്ട് പാലിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഏജൻസികൾ ഇത് അന്വേഷിക്കുന്നില്ല എന്നുള്ളത്. അതായത് ആരും ഇതിന് ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന തൊട്ട് മുമ്പാണ് ഞാൻ വൈഫിനെ വിളിച്ച് ചോദിക്കുന്നത്. ഇപ്പോഴും അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നുണ്ട്, അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. പലതവണ നോക്കി, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ബാങ്കിൽ പോകണം, ആപ്ലിക്കേഷൻ കൊടുക്കണം, ഇതൊക്കെ വലിയ തൊന്തരവാണ്. സമയം കിട്ടത്തില്ല. ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്ത് ബാങ്കിൽ പോകേണ്ടി വരും. അതെ, ഇത് എന്നെ വിളിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നത് ഇത് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പറയാം, നമ്മുടെ പ്രേക്ഷകർക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും. ഈ ഏതൊരു മാൻഡേറ്റ് നമ്മൾ കൊടുത്താലും അതിനൊരു UMRN നമ്പർ ഉണ്ടാവും, യുണീക്ക് മാൻഡേറ്റ് റെഫറൻസ് നമ്പർ. സാധാരണഗതിയിൽ ഇത് മെയിലിലോ നമുക്ക് SMS-ലോ കിട്ടേണ്ടതാണ്. ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ തന്നെ നമ്മുടെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഏത് അക്കൗണ്ടിൽ നിന്നാണോ പൈസ പോകുന്നത് ആ ബാങ്കിൽ ചെന്നിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു മാൻഡേറ്റ് ഉണ്ട്, കൃത്യമായിട്ട് മാസം ഇത്ര രൂപ പോകുന്നുണ്ട് യൂണിസെഫിന് വേണ്ടി, അല്ലെങ്കിൽ ഏതാണോ മാൻഡേറ്റ് കൊടുത്തിരിക്കുന്ന പേര് ആ പേരിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാൻഡേറ്റുകൾ ചെക്ക് ചെയ്ത് പറയാൻ പറഞ്ഞാലും ബാങ്കിൽ നിന്ന് പറഞ്ഞു തരും. അപ്പോൾ ആ UMRN നമ്പർ എടുക്കുക, എന്നിട്ട് മാൻഡേറ്റ് ക്യാൻസലേഷൻ ഫോം എന്ന് പറഞ്ഞൊരു ഫോം ബാങ്കിൽ അവൈലബിൾ ആണ്. ആ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ ഫെസിലിറ്റി എന്തെങ്കിലും, മിക്ക ബാങ്കുകൾക്കും ഓൺലൈൻ ഫെസിലിറ്റി ഉണ്ട് മാൻഡേറ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട്. നമ്മുടെ മൊബൈൽ നമ്പറോ ആധാറോ വെരിഫൈ ചെയ്ത് നമുക്കത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാങ്കിൽ പോയാൽ അവിടെ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതല്ല, ഇത് ഓൺലൈനായിട്ട് റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇത് ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അവരുടെ മെയിൽ അയക്കാവുന്ന സൗകര്യം ഉണ്ടെന്നാണ് എനിക്ക് അറിയുന്നത്. മെയിൽ അയച്ചിട്ട് അവരെന്താണ് മറുപടി പറയുന്നത്, അവർ ക്യാൻസൽ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സാധാരണഗതിയിൽ ഒരു ക്യാൻസലേഷൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഓക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറയുന്നത്. ഇവർ അന്നേരവും നമ്മളെ ഇമോഷണലി ടോർച്ചർ ചെയ്യുന്നുണ്ട്. കാര്യം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മെയിൽ കാണിച്ചു തന്നു, സാർ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ, നിങ്ങൾ കുട്ടികളുടെ ഭാവി തകർക്കുന്ന രീതി, നമ്മളെ എന്താ പറയുക, നമ്മളെ ട്രോമറ്റൈസ് ചെയ്ത് കളയും. നമ്മളെന്തോ വലിയൊരു കുറ്റം ചെയ്യുകയാണ്. അല്ല, നമുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി വേണമെങ്കിൽ 500 രൂപ മാസം കൊടുക്കാം. അത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതെ, നമ്മളെ കബളിപ്പിച്ചവരുത്. അതെ, ഇത് ട്രാപ്പാണ്. ഒരു തവണ നമ്മളുടെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ആജീവനാന്തകാലം ഇതിനകത്ത് പെടുത്തിയിടുക എന്നുള്ള ഉദ്ദേശം അവർക്കുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. മാൻഡേറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ തരാത്തത് തന്നെ അതിന്റെ. അതെ, അത് പറയുന്നു. നിങ്ങൾക്ക് വൺ ടൈം അല്ല, ഇത് സ്ഥിരമായി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയിരിക്കുമെന്ന് പറയാതെ ചെയ്യാൻ അത് ചീറ്റിംഗ് ആണ്. അതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സംവിധാനം ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട്. പല മാളുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ഷോപ്പിംഗ് മാളുകളിൽ, സിനിമാശാലകളിൽ, പൊതു ഇടങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ മിക്കവാറും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് വരുന്നു. നമ്മളോട് വളരെ ഈ പട്ടിണി കിടക്കുന്ന, ലോകത്തിൻ്റെ പല ഭാഗത്ത് പട്ടിണി കിടക്കുന്ന, നരകയാതന അനുഭവിക്കുന്ന കുട്ടികളെക്കുറിച്ച് പറയുന്നു. നമ്മുടെ കൂടെ നമുക്കൊരു ഗിൽറ്റ് ഫീൽ ഉണ്ട്. നമ്മുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ അവരെ കമ്പയർ ചെയ്ത് സഹാനുഭൂതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് വാങ്ങി നമ്മളെ എൻറോൾ ചെയ്യിക്കുന്നു. അപ്പോൾ നമ്മളോട് പറയുന്നില്ല, നിങ്ങൾ ഇത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. രണ്ടാമത്തത്, ഏതെങ്കിലും കാരണവശാൽ ഇത് മുടങ്ങിപ്പോയാൽ നിങ്ങൾക്ക് ഫൈൻ വരും. അത് മാത്രമല്ല സിബിലിനെ ബാധിക്കും എന്ന് പോലും പറയുന്നില്ല. ഇതൊരു ചീറ്റിംഗ് ആണ്, തട്ടിപ്പാണ്, ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യം കൂടിയാണ്. അതുകൊണ്ട് അടുത്ത തവണ മാളിലോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ ഇങ്ങനെ കഥയുമായി വരുന്ന കുട്ടികളെ കാണുമ്പോൾ അവരോട് നമ്മൾ എടുക്കേണ്ട, തൽക്കാലം പറയേണ്ടത് നോ തന്നെയാണ്. മാത്രമല്ല, നമ്മൾക്ക് അറിയാവുന്ന നമ്മുടെ അടുത്തുള്ള എത്രയോ സംഘടനകളുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ചാരിറ്റി ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് യൂണിസെഫിന് കൊടുക്കുന്നത്, എവിടെയാണ് ആർക്കാ കൊടുക്കുന്നതെന്ന് അറിയാതെ. അതെ, നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ഈ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത, നല്ലൊരു ഉടുപ്പില്ലാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവർക്ക് കൊടുക്കും. അതെ, നമ്മളത് ഡയറക്റ്റ് ബെനിഫിഷ്യറീസിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഒരു വലിയ സങ്കടകരമായ അവസ്ഥ. ഇത്രയും വലിയൊരു സാമ്പത്തിക കുറ്റകൃത്യം
പോക്കറ്റടി നമ്മുടെ നാട്ടിൽ നടന്നിട്ട് നമ്മുടെ ലോ എൻഫോഴ്സിങ് ഏജൻസികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ യൂണിസെഫ് പോലൊരു പേരായിരിക്കാം അതിന് കാരണം. അതെ, പക്ഷേ അതല്ല, യൂണിസെഫിൻ്റെ പേരിൽ പോക്കറ്റടിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? അപ്പോൾ ബന്ധപ്പെട്ട അധികൃതരും ശ്രദ്ധിക്കട്ടെ. ജാഗ്രത, എല്ലാ മിന്നുന്നതെല്ലാം പൊന്നല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.